മഴക്കാലം വരാൻ പോവുകയാണ് പ്രജ്ഞെ. ഈ മഴക്കാലം വരാൻ പോകുമ്പം വളരെ ദുരിതം അനുഭവിക്കുന്ന ചില ആൾക്കാരുണ്ട്. അതിലൊന്നാണ് മഴക്കാലത്തിന് മുൻപിലെങ്കിലും ഉരുൾപൊട്ടി ഗതിമാറി ഒഴുകിയ വയനാട്ടിലെ ചൂരൽമല പുനരുജ്ജീവനം സാധ്യമാക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നവർ. എന്തായാലും പുഴയിൽ അടിഞ്ഞ മാലിന്യങ്ങൾ നീക്കാനും വശങ്ങളിൽ സുരക്ഷാഭിത്തി നിർമ്മിക്കാനും നടപടികൾക്ക് വേഗം കൂട്ടണം എന്നിവർ പറയുന്നുണ്ട് നിർത്താതെ. ഒപ്പം നിലവിൽ പരിമിതമായ രീതിയിലാണ് പ്രവൃത്തി നടക്കുന്നത് എന്ന ആക്ഷേപവും ഉയർത്തുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ ഗതിമാറിയൊഴുകിയ പുന്നപ്പുഴയിൽ കൂറ്റൻ പാറകളും മണ്ണും മറ്റവശിഷ്ടങ്ങളുമാണ് അടിഞ്ഞിട്ടുള്ളത്. ഇത് നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട്. നിലവിൽ 2 ഹിറ്റാച്ചികളും ഒരു JCBയും ഉപയോഗിച്ചാണ് അവശിഷ്ടങ്ങൾ മാറ്റുന്നത്. പുഴ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടി മഴക്കാലത്തിന് മുമ്പ് പൂർത്തീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. 5-8 യന്ത്രങ്ങൾ വരാമെന്ന് പറഞ്ഞെങ്കിൽ ഇതുവരെ 2 യന്ത്രങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ടൊന്നും ഒരു കാര്യങ്ങളും നടക്കൂല. കാരണം 2 യന്ത്രങ്ങളൊന്നും ഇത്രയും വലിയൊരു സംഭവം നടന്നു പോയിട്ട് 2 യന്ത്രങ്ങളൊന്നും മാറ്റിയാൽ സംഭവം നടക്കാൻ പോണ കാര്യമല്ല. ഇപ്പം തന്നെ മഴ വരുമായ ആൾക്കാർ ഭയങ്കര ഭീതിയിലാണ്. കാരണം മഴക്കാലം വരാൻ പോവല്ലേ. അപ്പോൾ ഇത് എന്താവും എന്നൊരു കാഴ്ചപ്പാടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒന്ന് പൂർണ്ണസ്ഥിതിയിലാക്കി തരണമെന്നാണ് പറയാനുള്ളത്. ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വൈകലുകളാണ് പ്രവൃത്തി പൂർണ്ണതോതിലാകാത്തതിന് കാരണമെന്നാണ് ഉയരുന്ന ആരോപണം. പ്രദേശത്തെ ജനപ്രതിനിധികളടക്കം ഈ ആവശ്യം ഉന്നയിച്ചിട്ടും നടപടിയുണ്ടാകുന്നില്ലെന്നും പരാതിയുണ്ട്. അവർ ഗവൺമെൻറ് പറഞ്ഞ 194 കോടി രൂപയായിരുന്നു. പക്ഷേ ഇതൊരു ഈ പറയുന്ന ഫണ്ട് അലോട്ട് ചെയ്തിട്ടില്ല. അവർ അന്വേഷിച്ച് വന്നപ്പോൾ 57 കോടിയോളമാണ് അലോട്ട് ചെയ്തത്. ഞങ്ങൾക്കിപ്പോൾ പറയാനുള്ള കുറച്ച് ജനങ്ങളോട് താമസിക്കുക, അതായത് നീരിക്കാപ്പ് മുതൽ ഈ തോട് സൈഡുള്ള ഡാം സൈറ്റ് വരെ എത്രയും പെട്ടെന്ന് അവിടെയും അതുപോലെ തന്നെ ഇപ്പം മഴക്കാലം അടുത്ത് വരാൻ പോവുകയാണ്. ഇപ്പം നമുക്ക് തന്നെ ഉരുൾപൊട്ടി മേഖലയിൽ നോക്കുമ്പോൾ തന്നെ കുറേ വിണ്ട് കിടക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ മണ്ണും മണലൊക്കെ ഒലിച്ചു വന്നിട്ട് ചിലപ്പോൾ അടയാനുള്ള സാധ്യതയുണ്ട്. ദുരന്തത്തെ തുടർന്ന് 5.7 ദശലക്ഷം ക്യൂബിക് മീറ്റർ അവശിഷ്ടങ്ങളാണ് പുന്നപ്പുഴയിൽ അടിഞ്ഞിട്ടുള്ളത്. 8 കിലോമീറ്ററോളം പുഴ ഗതി മാറിയിട്ടുണ്ട്. 24 വയനാട്.